ഇവർക്ക് നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ്സിന് മറ്റൊരു NDA എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ പല കുട്ടികൾക്കും ഭയങ്കരമായിട്ടുള്ള ടഫ് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് എടുക്കാതെ മുന്നോട്ട് പോകുന്ന രീതികൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇതിനെ വലിയ സീരിയസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഒരു വിധി എഴുതിയാണ് ഇതിനോട് നിങ്ങൾ സമീപിക്കുന്നത്. അത് മാറ്റി ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി എന്തായാലും ഈ കുട്ടികൾ കുറേ പേര് ഇത് എഴുതി പാസ്സായി അവിടെ ചെന്നുണ്ട്. അതിലൊരാളാവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും പറ്റിയിരിക്കും. അതിനുവേണ്ടി പിന്നിൽ നിങ്ങൾക്ക് ചെറിയ 1-2 വർക്ക്സുകൾ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് അത് ഫോളോ ചെയ്യാനുള്ള രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പാത വഴി സഞ്ചരിച്ചാൽ നിങ്ങൾ അതിൻ്റെ വാതിക്കലെത്തിയിരിക്കും. ഷുവർ. ഓക്കെ, മാത്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ മതി. മാക്സിമം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാത്സിനെ ഉറപ്പിക്കാൻ പറ്റും. കീമിനേക്കാൾ ഇത്തിരി ഹൈയിലായിരിക്കും, മീൻസ് ഒത്തിരി ഹൈ അല്ല, ഇത്തിരി ഹൈ ലെവലിലാണ് നമ്മുടെ NDA എക്സാം. പക്ഷേ JEE ആയിട്ട് നോക്കുമ്പോൾ അത്രയൊന്നും എത്താറേയില്ല. JEE ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രോബ്ലംസുകൾ ടഫായിട്ടുള്ളത്. അപ്പോൾ NDA നമുക്ക് ഉറപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ കൂടെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ചിട്ടയായിട്ട് തന്ന് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെയും സിമ്പിളാക്കി ഒരു എക്സാമിനെ കവർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസുകൾ, ട്രിക്സ്, ടിപ്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും മറക്കാതെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതും ചെയ്തിട്ടേക്കണം. ബെൽ ബട്ടനെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ട്രിഗണോമെട്രി. ഇഫ് sin theta plus cosec theta the whole square plus cos theta plus sec theta the whole square is equal to k plus tan theta plus cot theta the whole square, then value of k. ഇതൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരു സൂപ്പർ മോസ്റ്റ് പ്രോബ്ലം ടൈപ്പാണ്. ഇതിന് ചെയ്യുന്ന സൂപ്പർ മോസ്റ്റ് ട്രിക്കാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ തീറ്റയ്ക്ക് ഒരു സ്യൂട്ടബിൾ ഡിഗ്രിയെ കൊടുത്താൽ ചെയ്യുന്നത്. സ്യൂട്ടബിൾ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി കൊടുക്കുമ്പോൾ വാല്യൂ കിട്ടാത്ത അവസരമായിട്ട് പോകരുത്. ഇപ്പം 90 കൊടുത്തു കഴിഞ്ഞാൽ tan 90 വാല്യൂ ഇല്ല. ഇനി 0 കൊടുത്തു, cot 0 വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഏത് ഡിഗ്രിയും കൊടുക്കാം, പക്ഷേ വാല്യൂ കിട്ടുന്നതായിരിക്കണം എല്ലാത്തിനും. അപ്പോൾ നമുക്കിവിടെ പറ്റുന്നത് 30, 45, 60 എന്നും കൊടുത്താൽ ഈ പ്രോബ്ലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല. ചില ക്വസ്റ്റ്യന് 0 കൊടുക്കാൻ പറ്റും. അത് ഓരോ ക്വസ്റ്റ്യനും നോക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും സൂപ്പർ ട്രിക്കിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ തീറ്റയുടെ പ്ലേസിലെല്ലാം കൊടുക്കാൻ പോകുന്നത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, വാല്യൂസ് കൊടുക്കുമ്പോൾ sin 45 ദാറ്റ് ഈസ് 1/√2 പ്ലസ് cosec 45 എന്നുള്ള sin 45 റെസിപ്രോക്കൽ ദാറ്റ് ഈസ് √2 ദ ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് cos theta. അവിടെയും തീറ്റയ്ക്ക് 45 എടുക്കുമ്പോൾ cos 45 ദാറ്റ് ഈസ് 1/√2 പ്ലസ് sec theta ഈസ് √2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു k പ്ലസ് tan theta പ്ലസ് cot theta. tan 45 പ്ലസ് cot 45 രണ്ടും 1 ആണ്. tan 45 1 ആണ്, cot 45 1 ആണ്. 1 + 1 2 ആണ്, ദാറ്റ് ഈസ് 2 സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈസ് a പ്ലസ് b ദ ഹോൾ സ്ക്വയർ. ഇത് അതിന് സെയിം ടൈംസ് രണ്ടും കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/√2 സ്ക്വയർ 1/2 2 ഇൻറ്റു 1/√2 ഇൻറ്റു √2 ഇത് ക്യാൻസൽ ആക്കിക്കൊണ്ട് 2 എന്ന് കിട്ടും. മീൻസ് √2 സ്ക്വയർ ഈസ് 2. അഗൈൻ ഇവിടെ അത് തന്നെ 1/2 പ്ലസ് 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു k പ്ലസ് 4. ഓക്കെ, ഈ രണ്ട് 2 ചേർന്ന് ഇതങ്ങ് ക്യാൻസലായി പോയി. പിന്നെ ഒരു 1/2 പ്ലസ് 1/2 എത്രയാണ് 1. പിന്നെ 2 പ്ലസ് 2 4. അപ്പോൾ 4 പ്ലസ് 1 ആൻസർ ഈസ് 5 ഈക്വൽ ടു ദിസ് k ഓർ k ഈക്വൽ ടു 5. കഴിഞ്ഞല്ലോ. നല്ല ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ, സൂപ്പർ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ആപ്ലിക്കേഷനാണ്. ഏരിയ അണ്ടർ എ കർവ്. കുട്ടികൾക്കൊന്നും അത്ര പരിചയമില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഫിഗർ വരയ്ക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക അത്ര ഈസി അല്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് സൂക്ഷ്മതയോടെ കണ്ടോണം. ഏരിയ ബൗണ്ടഡ് ബൈ ദ പരാബോള y സ്ക്വയർ ഈക്വൽ x, ദ ലൈൻ y ഈക്വൽ 4 ആൻഡ് y ആക്സിസ് ഈസ് അവിടെ ഓപ്ഷൻസുകൾ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിഗറൊക്കെ ഒന്ന് വരച്ചേ പറ്റൂ. ഫിഗർ നോക്കിയാൽ പരാബോള എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കണം. y സ്ക്വയർ ഈക്വൽ x എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പരാബോളയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ ഇപ്പോൾ 1, ഇത് 2, ഇത് 3, ഇത് 4 ആണെങ്കിൽ ഇവിടെ ഈ 4 കൂടെ ഇതുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ y ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ആൻഡ് y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ y ആക്സിസ്. ആൻഡ് y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്ലോസ്ഡ് ആയേക്കുന്നത്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ, ഈ ഷെയ്ഡിങ് പോർഷൻ. ഓക്കെ ആണല്ലോ. നമ്മൾ സാധാരണ ഇൻ്റഗ്രൽ a to b y dx എന്നാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാം കാണാൻ പഠിച്ചിരിക്കുന്നത്. അത് എബൌട്ട് x ആക്സിസ്, ഇവിടെ എബൌട്ട് y ആക്സിസ് ആകുമ്പോൾ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b x dy. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുല. എക്സ് ഇവിടെ ഉണ്ട്. നോക്കിക്ക് y സ്ക്വയർ x തിരിച്ച് വായിച്ച് x ഈക്വൽ y സ്ക്വയർ. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ വരേണ്ടത് y സ്ക്വയർ എന്നാണ്. ഇനി ഇൻ്റഗ്രലിലെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 4 ഇത്രയും ഉണ്ടല്ലോ. 0 to 4 നമ്മൾ സാധാരണ ഇങ്ങനെ എടുക്കും. ഇതിന് y ആക്സിസ് ആകുമ്പോൾ 0 to
ഇവിടെ 4 ആണ്, y ആക്സിലുള്ള ലിമിറ്റ് ആണ് ഇവിടെ തൊട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ഇന്റഗ്രൽ y ക്യൂബ് ബൈ 3 ഓവർ ദ ലിമിറ്റ് 0 to 4 ദാറ്റ് ഈസ് 4 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 ആൻസർ ഈസ് 64/3. തീർന്നു. 0 വേണ്ട, 64/3 is റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഏരിയ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് സിംപ്ലിസിറ്റി തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിയും, ചെയ്യാതെ പോവുകയും ചെയ്യും. ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കോൺഫിഡൻസിൽ അടുത്ത പ്രോബ്ലം നിങ്ങൾ പരിശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ മെട്രിസസിലെ സൂപ്പർ ക്വസ്റ്റ്യൻ കൊണ്ട് പരിചയപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെട്രിസസിനുള്ളിലെ ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ മെത്തേഡ് കൂടെയാണ് ചെയ്ത് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് വായിച്ചോ. ഇഫ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് ഈസ് ദിസ് മെട്രിക്സ്, ഓക്കെ, ദെൻ എക്സ് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ എക്സിന്റെ പ്ലേസിൽ ആരാണ് വരേണ്ടത്? ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഈ എക്സിന്റെ പ്ലേസിൽ ഏത് വാല്യൂ വരണം? ഇവിടെ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിനെ ചുമ്മാ ഒന്ന് എ എന്ന് പേരെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്ക് ആരായിരിക്കും? എ ഇൻവേഴ്സ് ആയിരിക്കും. അവർ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് ഈസ്, അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇതെന്താണ്? എ ഇൻവേഴ്സ്. ദെൻ നമുക്കൊരു റിസൾട്ട് കിട്ടും. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ എത്രയാണ്? ഐ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് എ അങ്ങോട്ട് എഴുതാം, എ ഇൻവേഴ്സ് അങ്ങോട്ട് എഴുതാം. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 1 പി എ ക്യൂവ് 0 എക്സ് 0 0 0 1. Next 1 minus p minus q 0 1 0 0 0 1 is equal to I 1 0 0 0 1 0 0 0 1. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പോവാണ്. റോ വൈസ് ആയിട്ടൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തേക്കാം. ഇവിടെ കോളം വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, 1 into 1 1 പ്ലസ് p into 0 അത് 0 ആണ്, q into 0 അത് 0 ആണ്, എഴുതണ്ട. ഓക്കെ, നെക്സ്റ്റ് 1 into മൈനസ് p പ്ലസ് p into 1 p q into 0 അത് 0 ആണ്, എഴുതണ്ട. നെക്സ്റ്റ് 1 into മൈനസ് q അത് എത്രയാണ്? മൈനസ് q പ്ലസ് p into 0 0 പ്ലസ് q into 1 q. ഓക്കെ, ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 0 into 1 0 പ്ലസ് x into 0 0 പ്ലസ് 0 into 0 0. നെക്സ്റ്റ് സെക്കൻഡ് കോളത്തിന് ചെയ്യുമ്പോൾ 0 into മൈനസ് p 0 പ്ലസ് x into 1 x പ്ലസ് 0 into 0 0. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് എലമെന്റ് ആണ് അവിടുത്തെ. നെക്സ്റ്റ് 0 into മൈനസ് q 0 പ്ലസ് x into 0 0 പ്ലസ് 0 into 1 0. അതെല്ലാം 0 ആണ്. ഓക്കെ, ലാസ്റ്റ് കഴിയുമ്പോൾ 0 into 1 0 പ്ലസ് 0 into 0 0 പ്ലസ് 1 into 0 is 0. നെക്സ്റ്റ് 0 into മൈനസ് p 0 പ്ലസ് 0 into 1 0 പ്ലസ് 1 into 0 0. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മുടെ എലമെന്റ് ചെയ്യുമ്പോൾ 0 into മൈനസ് q 0 പ്ലസ് 0 into 0 0 പ്ലസ് 1 into 1 is 1 is equal to 1 0 0 0 1 0 0 0 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇവിടെ ആര് തന്നെയാണ്? 1 ആണ്. നെക്സ്റ്റ് മൈനസ് p പ്ലസ് p അത് 0 ആയി. നെക്സ്റ്റ് മൈനസ് q പ്ലസ് q അത് 0 ആയി. നെക്സ്റ്റ് 0 പ്ലസ് 0 പ്ലസ് 0 0 ആയി. 0 പ്ലസ് x പ്ലസ് 0 becomes x. നെക്സ്റ്റ് 0 പ്ലസ് 0 പ്ലസ് 0 is 0. ഇതും 0 ഇതും 0 അതും 1 കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 1 ഉണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. ഓക്കെ, നോക്കിക്കേ, ഈ എക്സിന് കറസ്പോണ്ടിങ് ഇവിടെ ആരാണ് വന്നേക്കുന്നത്? therefore x equal to 1 is the right answer. ഓക്കെ, തീർന്നു. നല്ല ക്വസ്റ്റ്യൻസുകൾ, നല്ല കഷ്ടപ്പാടാണ്. വർക്ക് ചെയ്താൽ കിട്ടും, വർക്ക് ചെയ്തേ കിട്ടൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി മനസ്സൊന്ന് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും മറക്കാതെ ചെയ്ത് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.